ഗായ്സ്, ഞാൻ അപ്പിലും. അപ്പോൾ നമ്മളിന്നില്ലേ എന്താണ് ട്രാക്ടറിൽ ഒരു ദിവസത്തെ വ്ളോഗ് ഇടാൻ പോണ്. അതിൽ അത് പറഞ്ഞാൽ ട്രാക്ടറിൽ ഫുഡ് കഴിക്കുക, അവരൊപ്പം തന്നെ ചായ കുടിക്കുക, പിന്നെ പിന്നെന്താ വണ്ടി ഓടിക്കണം. എനിക്ക് ഞാനും ഉണ്ട്, മിന്നും ഉണ്ട്. ഞങ്ങളൊന്നൊരു പൊളിക്കുന്ന പറയണത്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കൃഷിയോട് ഭയങ്കര താല്പര്യമാണ്. മൂപ്പര് ഒരു ട്രാക്ടറിൻ്റെ ഡ്രൈവർ ചേട്ടൻ മൂപ്പര് എന്താണ് ഈ വന്നതിന് സന്തോഷം, ഈ ഇങ്ങനത്തെ തലമുറയിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര അഭിമാനം വന്നപ്പോൾ തന്നെ. അപ്പം ഇനി നമുക്ക് ട്രാക്ടറിൽ കയറി നോക്കാം. കുറേ കാലമായി ട്രാക്ടറിൽ വ്ളോഗ് ചെയ്യണം എന്നിട്ട് എന്തായാലും നടക്കും. എന്താ പൊളിച്ചടുക്കും. ഇതാണ് നമ്മളെ വണ്ടി. നമ്മളിപ്പോൾ അവിടെ വെള്ളം വെട്ടിക്കുകയാണ്. ഈ പാടത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വെള്ളം ഇറക്കി വെട്ടിക്കണം. കാരണം ഇവിടെ വെള്ളം കുറവാണ്. തെറിക്കേണ്ട ചളി അങ്ങോട്ട് തെറിക്കണം, അതിനാണ്. അപ്പോൾ നമ്മൾ വെള്ളം തുറന്നു വിട്ടിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. നമ്മളെ ഡ്രൈവർ ചേട്ടൻ രവിയേട്ടൻ വരുന്നുണ്ട്. രവിയേട്ടനോട് നമുക്ക് സംസാരിക്കാം. രവിയേട്ടാ തുടങ്ങാല്ലേ? കുറച്ചുണ്ട് വെള്ളം അല്ലേ? ഉഷാറാക്കുന്നു. ഇത് കൊറേ ഓടണല്ലേ? അവിടം വരെ ഓടണം. പറ്റുന്ന പോലെ ഓടാലെന്ന് അത്രയും. നമ്മൾ എത്രത്തോളം ഓടണോ അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരും. മെയിൻ ചളി തെറിക്കണം, അതാണ് നമ്മളെ ഉദ്ദേശം. രവിയെണ്ണ പോലെ കണ്ണിൻ്റെ മൂക്കിൻ്റെ അവിടെയൊക്കെ ചളി തെറിക്കണം. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ചളി മസ്റ്റ്. ഇതൊന്ന് വെള്ളം ആവട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഓക്കെ. പ്രത്യേകത, ഇത് പുതിയ വണ്ടിയാണ്, മഹീന്ദ്രൻ്റെ. നമ്പറൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ പുതിയ വണ്ടിയിലേക്ക് കയറാൻ പോണേ. എന്ത് ഭാഗ്യമല്ലേ നമ്മുടെ ചേട്ടാ. അതാണ് മുറ്റത്ത് നിൽക്കണത്. ഇതിപ്പോ ഇന്നലെ നിങ്ങൾ ഇത് ടയർ വെക്കണം എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തു അല്ലേ? അവിടെ എസ്റ്റേറ്റിലൊക്കെ പോലീസ് ഉണ്ട്. റോട്ടിലൊക്കെ ഇല്ല. പ്രശ്നങ്ങള് അറിയില്ല, ഇല്ലാതിരിക്കട്ടെ. കേറല്ലേ? തലയെ കെട്ടി പറഞ്ഞ നിർബന്ധമാണ്. കൃഷിപ്പണിക്ക് ഇറങ്ങുമ്പോൾ ഒരു തോർത്തും കൊണ്ട് തലയെ കെട്ടി നിർബന്ധം. അപ്പോൾ ഉടയ്ക്കാനും വെയിൽ കൊള്ളാണ്ടിരിക്കാനും റീസൺ എന്താന്ന് നമുക്കറിയാം. തലയെ കെട്ടുന്നത് അത് ടൈം കിട്ടുമ്പോൾ തലയെ കെട്ടുന്നത് വെയിൽ കൊള്ളാണ്ടിരിക്കാനും. പിന്നെ ഈ കുട്ടി ഇപ്പുറത്തേക്ക് കിട്ടും. പൈപ്പുകളുടെ എവിടെ പൈപ്പുണ്ട്, ഇതിലെ കൂടെ പൈപ്പ് ഇപ്പൊ ഞാൻ ലെവലിങ് ചെയ്യില്ല. വെറുതെ ഓട്ടുന്നു മാത്രമേ ഉള്ളൂ. കുഞ്ഞാക്കാരിക്കോ നിർത്തട്ടെ. അത് തന്നോ? വെള്ളത്തിൽ കൂടെ ഇറങ്ങും. വീട് ചവിട്ട കോല് കുത്തുകൊണ്ട് സ്റ്റെപ്പ് ചവിട്ട ഇങ്ങനെ ചവിട്ടി കയറി അതിൽ ചവിട്ടണം. ആ സംഭവത്തിൽ ഇതിലൊന്നും അങ്ങനെ ട്രാക്ടറിലൊന്നും കയറി കിട്ടാൻ പാടില്ല. അതെ. അതിത് കേറുമ്പോഴല്ലേ കണ്ടം കയറും. കുന്ന് കയറില്ലേ? ട്രാക്ടറിന്റെ സൗണ്ടുകൾ കേൾക്കാം. എങ്ങനെയുണ്ട്?
കുറച്ച് പിക്കുകൾ എടുക്കട്ടെ. നമ്മൾ ഇനി വെള്ളം ഇറങ്ങണം. വെള്ളം ഇറങ്ങിയിട്ടില്ല മെയിനായിട്ട്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഇറങ്ങിയാലും ഇത് കണ്ടോ, ഇതിങ്ങനെ വെള്ളം അങ്ങോട്ട് പോകണം. പാമ്പ് അവിടെയാണ്, കുരുടി പാമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പാമ്പുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ പ്രശ്നമാക്കരുത്. ഇതവളെ പോലെ സീനിൽ എന്താ പിന്നെ നമ്മളെ റൈഡിനെ കുറിച്ച് അഭിപ്രായം? ഈ റൈഡൊന്നും കിട്ടില്ലല്ലോ നിനക്കിനി അവിടെ. നീ വെറുതെ വണ്ടർലേ പോകണം, മറ്റേ ഫാൻസി അതൊക്കെ തന്നെയല്ലേ പോയിട്ടുള്ളൂ. അതിനും കാട്ടിയൊക്കെ എത്രയോ ബെറ്ററാണ്. നാച്ചുറൽ ബ്യൂട്ടിന്ന് കുറച്ച് നേരത്തേക്ക് റെസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആ ഗ്യാപ്പിലില്ലേ ഇവിടെ ചേച്ചിമാർ ഞാറ് നടുന്നുണ്ട്. നമുക്കും പോയി കുറച്ച് നേരം നടാം. ഞാൻ നേരത്തെ പോയിട്ട് അവരടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാ പറഞ്ഞു. അപ്പോൾ എന്താ ഇതിൻ്റെ ലെവൽ നോക്കട്ടെ. കുറേ കാലമായി കാണുന്നു. എങ്ങനെ ഇപ്പോൾ നടുക എന്ന് അറിയണ്ടേ. ചെരുപ്പോക്ക് ചെരുപ്പ് ഞാറ് ഞാറ് ഇവിടെ 3 ചേച്ചിമാര് നടുന്നുണ്ട് കണ്ടോ. കുത്തി വെറുതെ അങ്ങനെ വെക്കാൻ പറ്റാ. ഇതിന് രീതിയൊക്കെ ഉണ്ട് നമ്മളൊക്കെ അറിയില്ല. പഠിച്ചു സിമ്പിൾ. ആ മുതലേ നമുക്ക് വേറെ പണി കിട്ടിയിട്ടുണ്ട്. ഇതന്നെ നടാന്. ഞാൻ നട്ടതൊക്കെ വന്നാ മതി. മക്കളൊക്കെ നടാൻ വന്നാ പെമ്മക്കളൊക്കെ എന്തു കാട്ടും? അല്ല ഹിന്ദിക്കാരിപ്പോ അവിടുന്ന് വന്നിട്ട് പഠിക്കില്ലപ്പോ. അവിടുന്നൊക്കെയോ വന്ന ആൾക്കാരെ വന്നില്ല, പഠിക്കില്ല. ഇപ്പൊ പണം ഭാരിയിട്ട് പോണത് ഹിന്ദിക്കാരാണല്ലോ ഇപ്പൊ നാറ് നടയണത്. ഹിന്ദിക്കാര് എന്ന് പറയുന്നത് അത് തന്നെയാണ്. കാട്ടപ്പൂട്ടോ അവിടെ പറ്റിയില്ല. സ്പീഡാണ്. അതെന്താ എത്ര സ്പീഡാ വരപ്പോ? അവരങ്ങനെ പറ്റി. അതാ അവനറിയോ, കെട്ടി അങ്ങനെ വാരി കെട്ടി. ഞങ്ങക്ക് പാടായി. പെണ്ണും കൂടി പോയി. അതാ പോയി. ഇതൊക്കെ അവിടെ ഒറ്റയ്ക്ക് പോയി നടി. നമുക്ക് വരുമ്പോരം കുറച്ച് തോനെ അങ്ങോട്ട് എടുക്കുന്നത്. എന്റെ ഗ്രൂപ്പിലൂട്ട് ഞങ്ങളെ വീട്ടിൽ പോകുമ്പോഴേക്ക് ഞങ്ങളുടെ കുട്ടികളുടെ ഫോണിലൊക്കെ നിങ്ങൾക്ക് ഫേമസ് ആവും. ഞങ്ങളുടെ കുട്ടികളുടെ ഫോണിലൊക്കെ മെയിനെ കാണിക്കണുണ്ടോ മിന്നു? ഇത് മെയിനാ. കട്ടന്നല്ലേ ഞാൻ വന്നത്. ഞാൻ ഇട്ടൊന്ന് കട്ടില്ല. നമുക്ക് തെറ്റുമെന്നൊരു പേടി. ഇനി നമ്മള് കാരണം ഇവിടെ അരിയിട്ട് നോക്കുമ്പോ ഞാൻ വെച്ചിട്ട് 3 വരി ഒക്കെ അങ്ങനെ വെച്ചിട്ട് പോകാൻ പാടില്ല. ഇനി അവിടുന്ന് തുടങ്ങും. 3 വരിയാ? പഠിച്ചു എക്സ്പീരിയൻസ് മേക്ക് പെർഫെക്റ്റ്. അവിടെ എഴുതി നമുക്കാവുമോ? പറ്റില്ലല്ലോ. അതുപോലെ തന്നെ നമുക്കും പഠിച്ചാലൊക്കെ നമ്മൾ പഠിച്ചാലൊക്കെ പഠിക്കും കുട്ടി. നമ്മളിങ്ങ് പഠിക്കാത്തതൊന്നുമില്ല. നമ്മൾ പഠിക്കാത്തത് തന്നെ ഒക്കെ അങ്ങനെ കണ്ട് പഠിച്ചല്ലേ.
ഫോണിൽ കേൾക്കണം. അതാണ് എല്ലാം എവിടെയും വരും. നിങ്ങൾ നോക്കിക്കോ. നമ്മളെ നീ വീട്ടിൽ പോയി നോക്കണം കേട്ടോ. എന്റെ കുട്ടികളോട് ചോദിച്ചിട്ട് ഉണ്ണി ഫോട്ടോ പാക്ക് വഴി നട്ടതിന് എടുത്ത് നോക്കട്ടെ മതി. നാളെ നമുക്ക് പറയാം. മിണ്ടാണ്ടിരുന്നോ. ഒരു സംഭവം കാണിച്ചുതരാം. മിണ്ടാണ്ടിരുന്നോ. നിക്ക് മിണ്ടാണ്ടിരുന്നോ. എല്ലാവരും മിണ്ടാണ്ടിരുന്നോ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ കാണുന്നുണ്ടോ ഇല്ല അല്ലേ? കുറച്ചുകൂടെ പോ. ആ തിരിഞ്ഞേക്കുണ്ട്. ആ നോക്ക്. കണ്ടോ ശ്രദ്ധിച്ചു നോക്ക്. മിനി മരത്തിൻ്റെ അടിയിൽ നിൽക്കടി വാടി. അതാ താഴ്ത്തി. ഈ പാമ്പ് നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് എത്ര ഇനിയുള്ള ഓട്ടം ഇവിടെ കുറവായിരുന്നു. കാരണം ഇതിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഒന്നും ഓട്ടം കുറവാണ്. സത്യം പറയാം, നമ്മൾ വന്നത് രാവിലെ തൊട്ട് നിന്നിട്ട് വൈകുന്നേരം വരെ അങ്ങനെയൊക്കെ ഉച്ചക്കലത്തെ ഫുഡ് അങ്ങനത്തെയൊക്കെ പരിപാടിയായിട്ട് വന്നു. പക്ഷെ ഇന്ന് ഓട്ടം കുറവാണ്. അതുകൊണ്ട് ഇത്ര എടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇനിയും വരും. നോ പ്രോബ്ലം. നമുക്ക് വീടെടുക്കാം. നമ്മൾ എന്തായാലും ഉണ്ടാവും. ഓക്കെ. ആക്ച്വലി ചളിയും തെറിച്ചിട്ടില്ല. നമുക്ക് എങ്ങനെ പണിയെടുക്കുമായിരുന്നു. ഇതിന് പണിയെടുത്താൽ ശരിയാവില്ല. ഇതൊന്നും പോരാ. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് നേരെ തോട്ട് പോവാം. അവിടെ പോകണ വഴിക്ക് തോടുണ്ടേ. തോട്ടിന് കൈകാലൊക്കെ കഴുകിയിട്ട് പറ്റിയാൽ കുളിക്കണം. മിന്നുള്ളതുകൊണ്ട് കുളിക്കാൻ പറ്റാം. അതുകൊണ്ട് കുളിക്കാണ്ട് നമ്മൾ പോവാണ് നാറ്റകളായിട്ട്. മിന്നു പണ്ടേ നാറ്റിയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.